ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ബാക്കി വന്ന ഇടിയപ്പത്തിൻ്റെ മാവ് കൊണ്ട് തയ്യാറാക്കിയതാണ്. വളരെ രുചികരമായിട്ടുള്ള ഒരു ക്രിസ്പി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു വരുത്തേ. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കിയതിന് ശേഷം എടുത്തു വെച്ച ബാക്കി മാവാണ്. ഇനി ഇതിലേക്ക് ഒരു 2-3 ഐറ്റംസും കൂടെ ചേർക്കാനുണ്ട്. അതായത് ഒരു പകുതി സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും കൂടെ എടുത്ത് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടി. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. മാക്സിമം പറ്റുന്ന പോലെ അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർക്കുന്നുണ്ട്. മൈദ ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നമ്മുടെ റവ ചേർത്താലും മതി കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം ഇടിയപ്പത്തിന് മാവ് എടുത്തപ്പോൾ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് കയ്യിൽ അല്പം എണ്ണയൊക്കെ തടകിയിട്ട് കയ്യിലിട്ടൊന്ന് മാവ് ഒന്നുകൂടെ ഒന്ന് അയച്ചെടുത്തിട്ട് ഇതേപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ സാധാരണ ഇടിയപ്പത്തിന് ബാക്കി മാവ് വന്നാൽ ഫ്രിഡ്ജിൽ വെക്കും, പിന്നീട് പിറ്റേ ദിവസം അത് കയ്യൊറൊട്ടിയായിട്ട് എടുക്കും. പിന്നെ പീച്ചി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ഛൻ വെച്ച് പീച്ചി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും കഴിക്കും, പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല മുരുമരാന്നിരിക്കും. അപ്പോൾ അത് ഉരുളയൊക്കെ ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് എണ്ണ മാത്രം മതി കേട്ടോ. അപ്പോൾ എണ്ണയ്ക്ക് വില കൂടിയ സമയത്ത് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതേ എണ്ണ തന്നെ നമ്മൾ എത്ര എടുത്തോ അത്രയും തന്നെ ബാക്കി വരും. അതുകൊണ്ട് വളരെ കുറച്ച് എണ്ണയിൽ തന്നെ നമുക്ക് ഇതെല്ലാം വറുത്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഓരോ ഉരുളയും നമ്മുടെ കൈവെള്ളയിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നാലേ ഉൾഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മൾ ഈ ഉരുളകളാക്കി ഇട്ട് കഴിഞ്ഞാൽ ഉൾഭാഗം മൊരിയത്തില്ല, പുറത്ത് മാത്രമേ മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. ഉള്ള് ആ മാവ് പോലെ തന്നെ ഇരിക്കും. പക്ഷെ ഒന്ന് പരത്തി ഇട്ട് കഴിഞ്ഞാൽ ഉള്ളും നല്ല മുരുമുരാന്നിരിക്കും കേട്ടോ. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് നല്ല ബ്രൗൺ നിറം ആകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. ഒന്നിച്ച് ഇതേപോലെ 4-5 ഇട്ട് വറുത്തെടുക്കാം. ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. ഒട്ടിപ്പിടിക്കാൻ പേടിക്കേണ്ട. അപ്പം വേഗം നമുക്ക് വറുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ അവസാനത്തെ ഉരുള പിടിച്ച മാവും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി പിന്നെയും എണ്ണ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒട്ടും തന്നെ എണ്ണ ചിലവാകത്തില്ല. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ. അപ്പോൾ ഇതൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്